ഹായ്, ഞാൻ ഷിബിൾ ടി കെ. എൻ്റെ വീട് നിൽക്കുന്നത് കീശ്ശേരിക്ക് അടുത്ത് തൃപ്പഞ്ചേരി എന്ന സ്ഥലത്താണ്. കമ്പനിയുടെ പേര് എനർജി വർക്ക്സ് എന്നാണ്. ഇലക്ട്രിക്കൽ കോൺട്രാക്ടറാണ്. ബേസിക്കലി നമ്മൾ ഓൾ കേരള ഇലക്ട്രിക്കൽ വർക്ക്, അതേപോലെ തന്നെ കർണാടകയിൽ എടുത്തിട്ടുണ്ട്, തമിഴ്നാട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്നൊക്കെ ഉള്ള ബന്ധം വെച്ചിട്ടാണ് നമ്മൾ ആർക്കിടെക്റ്റിനൊക്കെ സെലക്ട് ചെയ്തത്. ഈ ഒരു ഡിസൈനും ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആർക്കിടെക്റ്റിനെ അങ്ങനെ സെലക്ട് ചെയ്തത്. ബിൽഡിംഗ് സ്ട്രക്ചർ ആയതിനു ശേഷം നമുക്ക് പർച്ചേസിൻ്റെ ഭാഗത്തേക്ക് കിടന്നപ്പോഴാണ് ഇതിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ CP മാർബിൾസിലെ യുനെസ്കോ ആയിട്ട് കണക്ട് ആവുന്നത്. അവരുടെ ഒരു പ്രൊജക്റ്റ് നമ്മൾ ആലുവയിൽ ഒരു ട്രോപ്പിക്കൽ ആൻഡ് ഫ്രോസൺ എക്സ്പോർട്ടിൻ്റെ ഒരു കമ്പനി ഉണ്ട്. അവിടെ നിന്നാണ് യുനെസ്കോ ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഷോറൂമിൽ പോയി നോക്കുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി നോക്കുമ്പോൾ ഞങ്ങൾ ആക്ച്വലി ടൈൽ എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെയാണ് പോയത്. പക്ഷെ അവിടുത്തെ ഇറ്റാലിയൻ മാർബിൾസിൻ്റെ കളക്ഷൻ കണ്ടിട്ട് ആകെ വെണ്ടടിച്ചു പോയി. അത്രമാത്രം കളക്ഷൻസ് ഉണ്ട് പല റേഞ്ചിൽ. ഇപ്പോൾ നമ്മൾ ബഡ്ജറ്റിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റിലുണ്ട്. പക്ഷേ നമുക്ക് ഓൾറെഡി നമ്മൾ ഈ വീടിന് പ്രോജക്റ്റ് കോസ്റ്റ് ഇട്ടതുകൊണ്ട് ഇതിന് ടൈലുമായിട്ട് കണക്ട് ചെയ്യാനേ കഴിയുമായിരുന്നുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ടൈലിലോട്ട് മാറിയത്. അങ്ങനെ ടൈലിലോട്ട് മാറിയപ്പോൾ തന്നെ അതിൽ ബെസ്റ്റ് എന്നുള്ളൊരു കൺഫ്യൂഷൻ ക്ലിയർ ചെയ്തെന്ന് പൂർണ്ണമായിട്ട് അവിടുത്തെ സ്റ്റാഫ് തന്നെയാണ്. പല പ്രാവശ്യം പല ഡിസ്പ്ലേ കാണിച്ചു തന്നിട്ടും അതന്നെ ഷോറൂമിൻ്റെ ഉള്ളിൽ അതേപോലെ പുറത്ത് വെച്ചിട്ടും സൺലൈറ്റിൽ ഇതിൻ്റെ ഫീൽ എന്താണെന്ന് വരെ മനസ്സിലാക്കി തന്നിട്ടാണ് നമ്മളെ കൊണ്ട് പ്രൊഡക്റ്റ് എടുപ്പിച്ചത്. എടുത്തതിന് ശേഷം നമ്മളതിന് ശേഷം അവിടുന്ന് ഒരുപാട് വേറെയും പ്രൊഡക്റ്റുകൾ എടുത്തു. വാഷ് ബേസിന്, ടാപ്പുകൾ, കിച്ചൺ സിങ്ക്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഞങ്ങൾക്ക് വീണ്ടും അവിടുത്തെ സർവീസുമായി ബന്ധപ്പെട്ട് എടുക്കാൻ പറ്റി. പിന്നെ എന്തുണ്ടെങ്കിലും അവരെ വിളിച്ചാൽ അവരെ സ്റ്റാഫ് ഇങ്ങോട്ടേക്ക് വരിക അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കൊടുത്തേക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു. നിങ്ങൾക്ക് അറിയണ്ടാവും, നമ്മൾ ഈ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് ഈ മെറ്റീരിയൽ മാനേജ് ചെയ്യാൻ ഭയങ്കര ഹെഡേക്കുള്ള കാര്യമാണ്. രാവിലെ പണിക്കാർ വന്നിട്ട് ഇന്നതില്ല എന്ന് പറയും. അപ്പോൾ അത് CPയിൽ വിളിച്ച് പറഞ്ഞാൽ അവരത് എന്ത് ചെയ്യും, ഒരു വണ്ടിക്ക് കൊടുത്തു വിടുക അല്ലെങ്കിൽ അവരെ സർവീസായിട്ട് ബന്ധപ്പെട്ട് അവർ ചെയ്തു തന്നിട്ടുണ്ട്. ഇതൊക്കെ ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആയി തോന്നിയ CPനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു 10ൽ 10 തന്നെ കൊടുക്കാം. പ്രൈസിങ്ങിൻ്റെ കാര്യത്തിലായാലും കളക്ഷൻ്റെ കാര്യത്തിലായാലും ഇവരുടെ സർവീസിൻ്റെ കാര്യത്തിലായാലും. നിങ്ങൾ ആരെങ്കിലും വീട് വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും CPയിൽ പോയിട്ട് ജസ്റ്റ് അവിടെ നിന്ന് എടുക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ഒരു ഓപ്ഷന് CPയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പോയി നോക്കാം നിങ്ങൾക്ക് എന്തൊക്കെ പ്രൊഡക്റ്റുകൾ ഉണ്ട്, എങ്ങനെയൊക്കെയാണ് ഉള്ളത്, ഇത് നമുക്ക് അഫോർഡബിൾ ആണോ, ക്വാളിറ്റി ഉള്ളതാണോ എന്ന് ജസ്റ്റ് ഒരു ഹാഫ് ഡേ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീട് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. അത് 100%. പിന്നെ അവരെനിക്ക് തോന്നുന്നത് ജാഗ്വാറിൻ്റെ ഡീലറാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റുകൾ അവിടെ അവൈലബിൾ ആണ്. A to Z പ്രൊഡക്റ്റ് അവിടെ അവൈലബിൾ ആണ്. കോസ്റ്റ് കട്ടിങ് മാക്സിമം അവർ നമ്മളെ പ്രോജക്റ്റ് കോസ്റ്റ് ആക്കി തരുന്നുണ്ട്. അതന്നെ നമുക്ക് വലിയൊരു കാര്യമാണ്. കാരണം ഒരു വീട് എടുക്കുമ്പോൾ എൻഡ് സ്റ്റേജിലാണ് കൂടുതൽ കോസ്റ്റ് വേണ്ടത്. സ്ട്രക്ചറായാൽ തന്നെ 40% എക്സ്പെൻസ് ആയിട്ടുണ്ടാവും. പിന്നെ വരുന്ന 60 and above% എന്ന് പറയുന്നത് ഈ മെറ്റീരിയൽ പർച്ചേസും ഈ ഒരു ഫിനിഷിംഗ് ടച്ചുമായി ബന്ധപ്പെട്ടതാണ്. ഇത് നിങ്ങൾക്ക് ഓവർകം ചെയ്യാം. CPയിൽ നിങ്ങൾക്ക് എന്തായാലും വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും.